കഴിഞ്ഞ 2-3 ദിവസമായി ഇസ്രായേൽ, ലബനൻ, ഗാസ ഭാഗങ്ങളിൽ ഒരു സമാധാന അന്തരീക്ഷമായിരുന്നു. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ കാരണം ഗാസ ഭാഗത്തോ അല്ലെങ്കിൽ ഹിസ്ബുള്ള കാരണം ഇസ്രായേലിനെതിരെ വടക്കൻ ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ ഒന്നും കഴിഞ്ഞ 2-3 ദിവസമായി നടന്നിട്ടില്ല. ഇത് ഇങ്ങനെ തുടരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സെൻട്രൽ ഗാസയിൽ ഇസ്രായേൽ ചെയ്ത എയർ സ്ട്രൈക്കിൽ റെഫ്യൂജി ക്യാമ്പിൽ താമസിച്ചിരുന്ന 18 വ്യക്തികൾ ആ ഒറ്റ ക്യാമ്പിൽ മാത്രം മരിച്ചു. ഇതിൽ 14 കുഞ്ഞുങ്ങളുമുണ്ട്. കൂടാതെ ഗാസയിൽ ഇന്നലെ ആ ഒറ്റ ദിവസത്തിൽ ചെയ്ത ഓപ്പറേഷനിൽ 150 ഹമാസ് മിലിറ്റൻസിനെ കൊന്നുവെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് കൊടുത്തു. അതുകൂടാതെ ഒരുപാട് ടണൽസ് ഞങ്ങൾ മുഴുവനായും നശിപ്പിച്ചു. ഹമാസിനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ മുഴുവനായും തകർക്കുമെന്ന് ഇസ്രായേലും ഒരു അറിയിപ്പ് കൊടുത്തു. ഗാസയിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു വലിയ പദ്ധതി തയ്യാറാക്കുന്ന അതേ സമയത്ത് ലബനനിൽ നിന്നും ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങി. 2 പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ കമാൻഡോസിനെ 210 ഡിവിഷനിലെ പ്രധാനപ്പെട്ട 2 കമാൻഡോസിനെ ഞങ്ങളുടെ ആക്രമണത്തിലൂടെ ഞങ്ങൾ കൊന്നുവെന്ന് അതിനായിട്ടുള്ള ഫോട്ടോസും അവർ പുറത്തുവിട്ടു. എന്നാൽ ഇസ്രായേലും ഇതിന് ഒരു മറുപടി നൽകിയിട്ടില്ല. അവസ്ഥ എന്നത് വളരെ മോശമായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ വീണ്ടും അവരുടെ ഭീകരമായ ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഒക്ടോബർ മാസം 8-ാം തീയതി ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഇന്നുവരെയും ജൂലൈ 11 ഇന്നുവരെയും ഏകദേശം എത്ര റോക്കറ്റ് ഹിസ്ബുള്ള ഫയർ ചെയ്തിട്ടുണ്ടാകുമെന്നുള്ള ഒരു കണക്ക് ഇസ്രായേൽ കൊടുത്തു. ആ കണക്കനുസരിച്ച് നോക്കിയാൽ 5300 അൺഐഡന്റിഫൈഡ് പ്രൊജക്ടൈൽസ്. ഇത് ഡ്രോൺസ് അല്ല, മിസൈൽസ്, റോക്കറ്റ്സ്, ആന്റി ടാങ്ക് മിസൈൽസ്, ഇങ്ങനെ എല്ലാം ചേർത്ത് 5300 പ്രൊജക്ടൈൽസ് ലബനിൽ നിന്നും ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഫയർ ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ഇതുവരെയും ഇസ്രായേലിൽ എത്ര പേർ മരിച്ചിട്ടുണ്ടാകും എന്ന ചോദ്യത്തിന് 30 സോൾജേഴ്സും 2 സിവിലിയൻസും മൊത്തം 32 പേരെ ഇസ്രായേൽ ഇതുവരെയും നഷ്ടപ്പെടുത്തിയെന്ന് ഔദ്യോഗികമായി ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് IDFന്റെ സ്പോക്സ് പേഴ്സൺ ഒരു അറിയിപ്പ് കൊടുത്തു. ഇതിൽ ഒരു പൊരുത്തക്കേട് എവിടെ വരുന്നുവെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ 30 സോൾജേഴ്സും 2 സിവിലിയൻസും മരിച്ചു എന്ന് പറഞ്ഞു. അവർ ഇത്രയും പറയുന്നുവെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു സ്ഥാനത്ത് കണക്കെന്നത് കൂടാനാണ് സാധ്യത. കാരണം ഹിസ്ബുള്ളയുടെ ക്ലെയിം അനുസരിച്ച് നോക്കിയാൽ പോയ മാസം നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സൈനികർ കൂടിയിരുന്ന ആ ഒരു സ്ഥലം, അതിനു മുൻപ് ഇസ്രായേലിന്റെ സ്പൈ യൂണിറ്റ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നശിപ്പിച്ചു. ആ കണക്ക് മാത്രം എടുത്ത് നോക്കിയാൽ 35-ൽ കൂടുതൽ വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് 18, മറ്റൊരു സ്ഥലത്ത് 17. ഈ 2 കണക്ക് ചേർത്ത് നോക്കിയാൽ 35ഉം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇതുവരെയും വെറും 32 മരണങ്ങൾ മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അതും മാസങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആക്രമണത്തിൽ ഇത്രയും കുറഞ്ഞ ഒരു കണക്ക് പറയുന്നത് കാരണം വലിയൊരു സംശയം തന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും നോർത്തേൺ ബോർഡറിൽ ഇസ്രായേലിന് നഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈജിപ്ത്, ഖത്തർ, അമേരിക്ക, അതുകൂടാതെ മറ്റു പല അറബ് നാടുകൾ ചേർന്ന് ഒരു സമാധാന ചർച്ച ഹമാസിനും ഇസ്രായേലിനും നടുവിൽ കൊണ്ടുവരാൻ ഒരു പ്രധാനപ്പെട്ട പദ്ധതി നടത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. എത്രയും പെട്ടെന്ന് ഒരു സമാധാന ചർച്ച നടക്കാൻ പോകുന്നു, ഒരുപക്ഷെ ഒരു സീസ് ഫയർ വരാൻ സാധ്യതയുണ്ട് എന്ന്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു സീസ് ഫയറിന് അവർ തയ്യാറാകുമോ എന്നുള്ളത് വലിയ സംശയമാണ്. കാരണം ഇസ്രായേലിന് ഇപ്പോൾ നല്ലൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ സ്വാധീനം എന്നത് അവിടെ കുറഞ്ഞു വരികയാണ്. ഇതിനു മുൻപ് ഇത്രത്തോളം കുറഞ്ഞിട്ടില്ല. ഇസ്രായേലിലെ ജനങ്ങളായാലും എതിർകക്ഷികളായാലും നെതന്യാഹുവിനെതിരെ ചൂണ്ടുവിരൽ അനക്കിയിട്ടില്ല എന്നൊരു അവസ്ഥ മുൻപുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും മോശമായ ഒരു PMനെ, വളരെ മോശമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇസ്രായേൽ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് ജനങ്ങൾ തന്നെ നെതന്യാഹുവിനെതിരെ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവയെല്ലാം ശരിയാക്കണം. തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവർ തന്നെക്കുറിച്ച് അഭിമാനത്തോടു കൂടി സംസാരിക്കണം, നല്ല രീതിയിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇയാളെന്നല്ല, ലോകത്തിലെ ഏത് രാഷ്ട്രീയ പ്രവർത്തകർക്കും അറിയാവുന്ന ഒരു കാര്യം, തന്റെ മിലിറ്ററി ഉപയോഗിച്ച് അവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു നാടിനെയോ വ്യക്തിയെയോ തളർത്തണം, അല്ലെങ്കിൽ തകർക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്വാധീനം എന്നത് ജനങ്ങൾക്കിടയിൽ ഉയരാൻ തുടങ്ങും. ഇപ്പൊ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഹമാസിനെ ഒരുപാട് ദിവസമായി തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഇസ്രായേലിന് 100% വിജയം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിന് ചില വിജയങ്ങൾ കിട്ടിയാൽ പോലും അവർക്കുണ്ടായ നഷ്ടം എന്നത് അതിലും കൂടുതലാണ്. ഒരുപാട് ജനങ്ങളുടെ മരണം വന്നതിന് ശേഷം ലോകനാടുകളെല്ലാം ഇസ്രായേലിനെതിരെ തിരിഞ്ഞു. ഇത് ഇസ്രായേലിന് ഒരു വിജയമായി അനൗൺസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ ഇസ്രായേലിന് അല്ലെങ്കിൽ നെതന്യാഹുവിന് സ്വാധീനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഒരേയൊരു വഴി ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇസ്രായേലിന്റെ ബോർഡർ എന്നത് ലബനന്റെ ടെറിട്ടറിക്കുള്ളിലേക്ക് കടന്നാൽ, അല്ലെങ്കിൽ വീണ്ടും ഹിസ്ബുള്ളയുടെ ഫൈറ്റേഴ്സിനെ കൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നെതന്യാഹുവിന്റെ റേറ്റിംഗ് എന്നത് കൂടാൻ തുടങ്ങും. അതിൽ യാതൊരു മാറ്റവുമില്ല.
ഇപ്പോൾ ഈ സമാധാന ചർച്ച നടക്കുകയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. പീസ് ടോക്ക് വിജയകരമായി അവസാനിച്ചാൽ തീർച്ചയായും ഈ ഒരു യുദ്ധം അവസാനിക്കും. നെതന്യാഹുവിന് അതൊരു മായ്ക്കാനാകാത്ത കളങ്കമായി മാറും. ജനങ്ങൾ വീണ്ടും ചോദ്യമുയർത്താൻ തുടങ്ങും. ഹോസ്റ്റേജസിനെ മോചിപ്പിക്കാൻ സാധിച്ചില്ല, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ അവരെ പുറത്തേക്ക് കൊണ്ടുവന്നില്ല, ഹമാസുമായി സമാധാന ചർച്ച നടത്താനാണ് നിങ്ങൾ ഹോസ്റ്റേജസിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് നെതന്യാഹുവിനെ അയോഗ്യനെന്നവണ്ണം മുദ്ര കുത്തും. അതിനാൽ ഈ സ്ഥലത്ത് ഹമാസിനെ എങ്ങനെയെങ്കിലും തകർക്കണം, യുദ്ധരീതിയിലൂടെ തന്നെ ജയിച്ച് നമ്മുടെ ഹോസ്റ്റേജസിനെ തിരികെ കൊണ്ടുവരണം എന്ന് ചിന്തിച്ച് ഈ ഒരു ഡീലിങ്ങിനൊന്നും ഇപ്പോൾ ഇസ്രായേൽ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പ്രധാനമായും റെഫ്യൂജീസ് താമസിച്ചിരുന്ന നെസൂറത്ത് ക്യാമ്പിൽ ഇസ്രായേൽ ചെയ്ത എയർ സ്ട്രൈക്കിലൂടെ 17 വ്യക്തികളിൽ കൂടുതൽ, അവസാന വിവരമനുസരിച്ച് 18 പേർ മരിച്ചിട്ടുണ്ട്. അതിൽ 14 കുഞ്ഞുങ്ങളുണ്ട്. 18 വയസ്സിന് താഴെയുള്ളവരുമുണ്ട്, 15 വയസ്സിന് താഴെയുള്ളവരുമുണ്ട്. ഇങ്ങനെ കൂടുതലും കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചത് ഇസ്രായേൽ ചെയ്ത ഈ ഒരു അറ്റാക്കിലൂടെ മാത്രം. മുഴുവൻ ഗാസയ്ക്കുള്ളിലും കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രായേൽ ചെയ്ത എയർ സ്ട്രൈക്കിൽ മാത്രം മരിച്ചവരുടെ എണ്ണം എന്നത് 25-ൽ കൂടുതലായി. വീണ്ടും അത് അധികമാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. കാരണം ആ ഒരു ആക്രമണത്തിന്റെ ആഘാതത്തിൽ വീണ്ടും പലരും അകപ്പെട്ടിട്ടുണ്ട്. അതുവഴി ഉണ്ടാകുന്ന അനന്തരഫലങ്ങളിൽ മരണനിരക്ക് വീണ്ടും കൂടാം. 25 എന്നത് 50ആയി മാറാം, 50-ൽ കൂടുതലുമാകാം. ഇതാണ് ഗാസ സ്ട്രിപ്പിൽ നിന്നും വന്ന വിവരം. ഇസ്രായേൽ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുന്ന അതേ സമയത്ത് ഹെസ്ബുള്ള ലബനൻ ബോർഡറിൽ ഇസ്രായേലിന് വളരെ ഭീകരമായ ഒരു തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാനിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഇസ്രായേലിന്റെ 2 മൊസാദ് സ്പൈ ഏജൻസിനെ ഞങ്ങളുടെ ബോർഡറിൽ വെച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. ലബനനിൽ നിന്നും ഞങ്ങളുടെ ഭാഗങ്ങളിലേക്ക് മറ്റ് നാടുകളുടെ സഹായത്തോടു കൂടി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച് അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. ഇവർ ഇസ്രായേലിന്റെ മൊസാദ് ഏജൻസ് ആണ്. ഇവരുടെ പക്കൽ എക്സ്പ്ലോസീവ് ഡ്രോൺസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ചെറിയ ചെറിയ ഡ്രോൺ ആക്രമണം നടത്താൻ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തത് വഴി മൊസാദിന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങളുടെ ചാരപ്രവൃത്തി ഇതിനു ശേഷം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായാൽ പല മോശമായ അനന്തരഫലം നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ഇസ്രായേലിനെതിരെ കൊടുത്തു. ഇപ്പൊ ഹെസ്ബുള്ള ചെയ്തത് ഇസ്രായേലിന്റെ 210 ഗോലാൻ ഡിവിഷനിലെ 2 കമാൻഡോസിനെ ഞങ്ങൾ കൊന്നു. ഇസ്രായേലിന് മാത്രമാണോ ലബനുള്ളിലേക്ക് വന്ന് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കൂ? അല്ലെങ്കിൽ ഇസ്രായേൽ മാത്രമാണോ ലബനുള്ളിൽ ഹിസ്ബുള്ള പൊസിഷൻസിൽ ഒരു ടാർഗറ്റ് കില്ലിംഗ് ചെയ്യുന്നത്? ഞങ്ങളെ കൊണ്ടും അത് ചെയ്യാൻ സാധിക്കും, ഞങ്ങളെ കൊണ്ടും നശിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് 2 വെഹിക്കിൾ ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ചതിലൂടെ 2 കമാൻഡോസ് മരിച്ചുവെന്ന് ആ ഫോട്ടോയോടുകൂടി ആ അറ്റാക്ക് എങ്ങനെ ചെയ്തു, ഏത് രീതിയിലാണ് അവർ അത് ചെയ്തത്, ആന്റി ടാങ്ക് മിസൈൽ ഉപയോഗിച്ചാണോ ഡ്രോൺ ഉപയോഗിച്ചാണോ ചെയ്തത്, ഇങ്ങനെ എല്ലാം വളരെ വ്യക്തമായി ഫോട്ടോ വീഡിയോയോടുകൂടി ഹെസ്ബുള്ള പബ്ലിഷ് ചെയ്തു. ആന്റി ടാങ്ക് മിസൈൽ ഉപയോഗിച്ചാണ് ഈ ഒരു ആക്രമണം ഹെസ്ബുള്ള ചെയ്തത് ഗോളൻ ഭാഗങ്ങളിൽ. ഇസ്രായേൽ ഇതുവരെയും ഇത് സമ്മതിച്ചിട്ടില്ല. കാരണം ഏതൊരു നാടും അത്ര പെട്ടെന്ന് പറയില്ല. വളരെ സെൻസിറ്റീവായ കാര്യമെങ്കിൽ അത് അന്വേഷിച്ച് സത്യമാണോ എന്നുള്ള പലഘട്ട അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ പറയുകയുള്ളൂ. എന്നാൽ ഇത് സത്യമാണെങ്കിൽ തന്നെയും ഇസ്രായേൽ ഇത് പുറത്ത് പറയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്നാൽ ഹെസ്ബുള്ള ഈ ഫോട്ടോ വീഡിയോ എവിഡൻസോടുകൂടി എല്ലാം പുറത്തു വിട്ടത് വഴി ഈ 2 കമാൻഡോസ് മരിച്ചു എന്നുള്ളത് വലിയൊരു വാർത്തയായി മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ചാര ഡ്രോൺസിനെ അകത്തേക്ക് അയച്ച് ഇസ്രായേലിന്റെ ഹൈഫ പോർട്ട്, പ്രധാനപ്പെട്ട പല മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെ എല്ലാം വീഡിയോയോട് കൂടി എടുത്ത് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോളാൻ ഭാഗങ്ങളിലുള്ള ഇസ്രായേലിന്റെ ആർമി ബേസസ്, അയൺ ഡോം ബാറ്ററീസസ് എവിടെയെല്ലാമാണ് ഉള്ളത്. ഇവയെല്ലാം ഈ കമാൻഡോസിനെ കൊന്നതിന് ശേഷം അവരുടെ സർവൈലൻസ് ഡ്രോണിൽ നിന്നും ആ ഒരു വീഡിയോ ഫുട്ടേജ് എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ അയൺ ഡോം ഉറങ്ങിക്കിടക്കുകയാണോ? ഞങ്ങൾ ഇത്രയും ഡ്രോൺസ് അകത്ത് അയക്കുന്നുണ്ട്, അതിൽ ഒന്നിനെങ്കിലും നിങ്ങൾക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചോ? അല്ലെങ്കിൽ നിങ്ങളുടെ അയൺ ഡോം ഞങ്ങളുടെ ഡ്രോൺസിനെ കണ്ട് ഭയന്നോ എന്ന് ഇസ്രായേലിനെ കളിയാക്കുന്ന രീതിയിൽ അവർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയൺ ഡോം ബാറ്ററീസ്, അയൺ ഡോമിന്റെ റേഡാർസ് എവിടെയുണ്ട്, അയൺ ഡോമിന് ആവശ്യമായ മിസൈൽസ് ഏത് സ്ഥലങ്ങളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അമ്മുനേഷൻ ഡെപ്പ് എവിടെയാണ്, ആ സ്ഥലത്തെ ട്രക്ക് മൂവ്മെന്റ്സ് എത്രയുണ്ട്, ഇങ്ങനെ എല്ലാം മുഴുവനായും ഒരു വീഡിയോ എടുത്ത് ഹെസ്ബുള്ള പബ്ലിഷ് ചെയ്തു. 5300 പ്രൊജക്ടൈൽസ് ഒക്ടോബർ 8 മുതൽ ഇന്ന് വരെയും ഇസ്രായേൽ ഹെസ്ബുള്ള ഫയർ ചെയ്തു. ഇവയിൽ പലതും ശൂന്യമായ സ്ഥലത്താണ് വീണതെങ്കിലും ചില മിസൈലുകൾ, ചില റോക്കറ്റ്സ് കാരണം ഇസ്രായേലിന് നഷ്ടങ്ങൾ അധികം ഉണ്ടായിട്ടുണ്ട്. ഡ്രോൺ ആക്രമണം വഴി ഇസ്രായേലിന് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.